മധുവിന് പിന്നാലെ ഐ.ടി. മേഖലയെ ആസ്പദമാക്കി മറ്റൊരു സിനിമ കൂടി ഒരുങ്ങുന്നു. നവാഗതനായ അരുൺ കിഷോർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് കൊക്കൂൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ പൂജാ ചടങ്ങുകൾ കൊച്ചിയിൽ നടന്നു. വിനു മോഹൻ നായകനാകുന്ന ചിത്രത്തിൽ ശരണ്യ മോഹനാണ് നായിക. ബാലചന്ദ്ര മേനോൻ, ഇന്നസെന്റ്, വേണു നാഗവള്ളി, ശോഭാ മോഹൻ തുടങ്ങിയവരും അഭിനയിക്കുന്നു. എം.ആർ. പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മധുസൂദനാണ് കൊക്കൂൺ നിർമ്മിക്കുന്നത്. ഐ.ടി. മേഖലയുടെ ഉൾത്തുടിപ്പുകൾ അതേപടി പകർത്തിയ ശ്യാമപ്രസാദിന്റെ ഋതു ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട്. ഇതിനു പിന്നാലെയാണ് മറ്റൊരു സിനിമ കൂടി ഒരുങ്ങുന്നത്. നവാഗത സംവിധായകനായ അരുൺ കിഷോർ തന്നെയാണ് കൊക്കൂണിന് തിരക്കഥയൊരുക്കുന്നത്. വിനു മോഹൻ, ശരണ്യ മോഹൻ എന്നിവരാണ് പ്രധാന വേഷത്തിൽ. ഇന്നസെന്റ്, വേണു നാഗവള്ളി, ശോഭാ മോഹൻ തുടങ്ങിയവരും അഭിനയിക്കുന്നു. ഐ.ടി. മേഖലയിൽ ജോലി ചെയ്യുന്ന 3 ചെറുപ്പക്കാരുടെ കഥയാണിത്. ഐ.ടി. മേഖലയെ സംബന്ധിച്ച് നിരവധി കഥകൾ വന്നിട്ടുണ്ട്. നമ്മളുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതിലെ കഥാപാത്രങ്ങൾക്ക് സംഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളും അവരുടെ ഒരു ജീവിതത്തിന് ഉണ്ടാകുന്ന താളപ്പിഴകളും ഒക്കെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് മാത്രമാണ്. അപ്പം അതുകൊണ്ട് അത് പറയുന്നത് വളരെ സത്യസന്ധമായ ഒരു രീതിയിൽ തന്നെയാണ്. പിന്നെ ഒരു ക്ലീഷേഡ് അപ്രോച്ച് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശ്വാസവും. വിപിൻ മോഹനാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. മറ്റൊരു മികച്ച കഥാപാത്രം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനു മോഹൻ കൊക്കൂണിൽ നായകനാകുന്നത്. നമ്മുടെ ഇന്നത്തെ സമയത്ത് യങ്സ്റ്റേഴ്സിന് ഉണ്ടാകുന്ന ഒരു ഫാസ്റ്റ് ലൈഫിനെ കുറിച്ചും അതിന്റെ ഒരു ട്രാജിക്കിനെ കുറിച്ചും അതിലൊരു ഭീകരതാവസ്ഥയുണ്ട്. അതിലുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഇവർക്കുണ്ടാവുന്ന കുറെ ഇൻസിഡൻസ്, ഇവരുടെ ഒരു വലിയൊരു ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ ഒരു ഫാസ്റ്റ് ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കുറേയുണ്ട്. അതിനെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ സിനിമയായിരിക്കാം, കുറച്ച് ഫാസ്റ്റ് ടൈപ്പ് മൂവി ആയിരിക്കാം ഇത്. കൊച്ചിയിൽ നടന്ന പൂജാ ചടങ്ങിൽ സംവിധായകൻ അരുൺ കിഷോർ ദീപം കൊളുത്തി. സിനിമയുടെ ചിത്രീകരണം വൈകാതെ ആരംഭിക്കും. എം.ആർ. പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മധുസൂദനാണ് കൊക്കൂൺ നിർമ്മിക്കുന്നത്. മനോരമ